വിജയപ്രതീക്ഷ എന്തുമാത്രമാണ്? 100% വിജയപ്രതീക്ഷയാണ്. നല്ല ഭൂരിപക്ഷം കിട്ടും. ഇടയ്ക്ക് അങ്ങ് കുറച്ച് ആശങ്കകളൊക്കെ, കുറച്ച് ആരോപണങ്ങളൊക്കെ വെച്ചിരുന്നല്ലോ, കള്ളവോട്ട് സംബന്ധിച്ച ആരോപണങ്ങൾ. അത്തരം ആരോപണങ്ങൾ അത് ശരിയാണെന്ന് ഇപ്പം വീണ്ടും തോന്നുന്നു. അല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ളവോട്ട് നടന്ന പത്തനംതിട്ട തന്നെയാണ്. പക്ഷേ ഇതായിരുന്നില്ല ലക്ഷ്യം. കാരണം 309ഓളം ഈ ബാങ്കുകളിലും മറ്റ് തെരഞ്ഞെടുപ്പുകളിലും കള്ളവോട്ട് ചെയ്യുന്ന സംഘത്തെ പാർട്ടി ഔദ്യോഗികമായി വിളിച്ചു ചേർത്ത് ആ യോഗത്തിൽ പറഞ്ഞാൽ നമ്മൾ ശ്രമിച്ചാൽ 1 ലക്ഷം കള്ളവോട്ട് നമുക്ക് ചെയ്യാൻ കഴിയുമെന്നാണ്. കാരണം പ്രവാസികൾ, ജോലിയായി പുറത്തുള്ളവർ, വോട്ട് ചെയ്യാൻ കഴിയാത്തവർ, ഇവരുടെ എല്ലാം കള്ളവോട്ട് ചെയ്യാൻ കഴിയുമെന്നാണ്. പക്ഷേ അതിനുവേണ്ടിയാണ് ഈ 85% ഇടതുപക്ഷക്കാരെ കുത്തി നിറച്ച ഒരു പോളിംഗ് ഓഫീസേഴ്സിൻ്റെ ലിസ്റ്റായിരുന്നു. ആ ലിസ്റ്റ് ഓർത്തി പാർട്ടിക്ക് കൊടുത്ത് പാർട്ടി അതാത് സ്ഥലങ്ങളിൽ കൊടുത്ത് നിങ്ങൾക്ക് ഈ ബൂത്തുകളിൽ ചെന്നാൽ കള്ളവോട്ട് ചെയ്യാമെന്നുള്ള മെസ്സേജാണ് കൊടുത്തത്. പക്ഷേ ചോർത്തി കൊടുത്തവൻ സർവീസിൽ നിന്ന് പുറത്തു പോയതോടെ ഉദ്യോഗസ്ഥന്മാർക്ക് ഭയപ്പാടുണ്ടായി. അതുകൊണ്ട് ഉദ്ദേശിച്ച പോലെ കള്ളവോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ നഷ്ടം. പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ 2019 വോട്ട് ശതമാനം വെച്ച് ഗണ്യമായ വോട്ട് ശതമാനം കുറഞ്ഞിരിക്കുന്നു. UDFനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? ഇല്ല, 2009-ലും 2014-ലും ഈ 65% ഉള്ളൂ. അന്നാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടിയത്. ഈ വോട്ടിംഗ് ശതമാനം പത്തനംതിട്ട കൂടുന്ന കള്ളവോട്ടാണ്. ആ കള്ളവോട്ട് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ഈ EP ജയരാജൻ BJPയുമായി, CPM-ഉം BJPയുമായി ഡീൽ ഉറപ്പിച്ചു വന്ന വാർത്ത വന്നതിന് ശേഷം ഉച്ച കഴിഞ്ഞ് ഒരു ബൂത്തിലും ഇടതുപക്ഷക്കാരെ കണ്ടിട്ടില്ല. ഒരു ആദർശമുള്ള ഒരു തത്വസംഹിതയുടെ പേര് കമ്മ്യൂണിസത്തിൽ നിന്ന് മുഴുവൻ ആളുകളും വോട്ട് ചെയ്യാതെ വീട്ടിൽ കയറി. വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിൻ്റെ കാര്യം അതാണ്. അതുപോലെ സ്ഥാനാർത്ഥിത്വത്തിലുള്ള പരാതി, സ്ഥാനാർത്ഥിയെ ഉൾക്കൊള്ളാൻ കഴിയാതെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരാത്ത നിരവധി BJPക്കാരുണ്ട്. വോട്ടിംഗ് ശതമാനത്തിൻ്റെ ഒരു കുറവ് ഈ 2 കാരണങ്ങളാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ നല്ല ഭൂരിപക്ഷത്തിൽ